താരസംഘടന അമ്മയിൽ ശ്വേതാ മേനോനെതിരെ പുതിയ പടയൊരുക്കമൊഴുകുകയാണ്. തെരഞ്ഞെടുപ്പ് വേണോ, ശ്വേത തുടരണമോ എന്നതിൽ അഭിപ്രായ രൂപീകരണത്തിലാണ് ഈ ശ്രമം. അമ്മയുടെ പെൺമക്കൾ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഈ നീക്കമുള്ളത്. ഗ്രൂപ്പിലെ ചാറ്റുകളും ഓഡിയോ ക്ലിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട്. എടുത്തെഴുതാവുന്നതല്ലേ ഉള്ളൂ. ഇലക്ഷൻ വേണം എന്ന് എഴുതാം, ശ്വേത തുടരണം എന്ന് എഴുതാം, അങ്ങനെ എഴുതാം, ക്ലാരിറ്റിയോടെ എഴുതാൻ പറ്റും. എന്തൊക്കെയോ പോളൊക്കെ ഇടുന്ന പരിപാടി ഉണ്ട്, അത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഗീത വിജയൻ അങ്ങനെ ആർക്കെങ്കിലും അറിയാമോ? പോളൊക്കെ ഇടാൻ ഇങ്ങനെ ഗ്രൂപ്പിൽ പറ്റുമല്ലോ. നവ്യൊക്കെ പണ്ട് ചെയ്യുമായിരുന്നു. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് പറയൂ. നവമി ദിനേശ് ചേരുന്നു. നവമി, അമ്മയിലെ തർക്കം പുതിയ തലങ്ങളിലേക്ക് പോവുകയാണ്. ശ്വേത തൻ്റെ നിലപാടറിയിച്ച് ഇങ്ങനെ തുടർച്ചയായി സോഷ്യൽ മീഡിയ രംഗത്ത് വരുന്നുണ്ട്. ഇതിനിടയിലാണ് ഒരു തരത്തിലും ശ്വേതയുടെ തിരിച്ചുവരവ് ഉണ്ടാവാത്ത തരത്തിലുള്ള ജാഗ്രത കാട്ടൽ മറുവശത്തും ഉണ്ടാകുന്നത്. എന്താണ് ഈ നീക്കം? അതെ സജിത്ത്, പറഞ്ഞതുപോലെ തന്നെ ശ്വേതയുടെ തിരിച്ചുവരവ്, അതായത് സംഘടനയുടെ തലപ്പത്തേക്ക് ശ്വേത തിരിച്ചു വരണ്ട എന്ന ഒരു വിഭാഗം സ്ത്രീകൾ ഉള്ള ഒരു തീരുമാനത്തെ തന്നെയാണ് നമ്മൾ ഈ ഒരു പോളിൽ കൂടി മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ശ്വേതാ മേനോൻ ഓഫീസിലേക്ക് വരുന്നില്ല, ഒരു ഓൺലൈനായിട്ടുള്ളതാണ് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. ശ്വേതാ മേനോൻ രാജിവെച്ചു എന്ന് പറഞ്ഞെങ്കിൽ പോലും പിന്നീട് തിരിച്ചു വരുന്ന സാഹചര്യമാണ്. താൻ സംഘടനയിൽ നിന്ന് തന്നെ പോരാടുമെന്നാണ് ശ്വേതാ മേനോൻ പറഞ്ഞത്. എന്തായാലും നിലവിൽ സംഘടനയിലുള്ളവർ, അതായത് സംഘടനയിലെ പെൺമക്കൾ, അതായത് അമ്മയുടെ പെൺമക്കൾ എന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരത്തിലൊരു പോള് നടക്കുന്നത്. അതിൽ അവർ പറയുന്നത് ശ്വേതാ മേനോൻ തുടരണമോ അല്ല എങ്കിൽ ശ്വേതാ മേനോൻ പുതിയ തെരഞ്ഞെടുപ്പ് വേണമോ എന്നീ തരത്തിലാണ് അവരുടെ ഒരു പോള് നടത്തുന്നത്. അതിൽ സ്ത്രീകളാണ് ഭൂരിഭാഗം ആൾക്കാരും ഉള്ളത്. അവരാണ് അടുത്ത തീരുമാനമെടുക്കേണ്ടത്. ഇനിയിപ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് വരണോ അതോ ശ്വേതാ മേനോൻ തുടരണമോ എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത്. എന്തായാലും ശ്വേതാ മേനോനെ തിരിച്ചു കൊണ്ടുവരേണ്ടതില്ല എന്നാണ് ഒരു വിഭാഗം സ്ത്രീകൾ പറയുന്നത്. പക്ഷെ മറ്റൊരു വിഭാഗം പറയുന്നത് എന്തായാലും ശ്വേതാ മേനോന്റെ കാര്യങ്ങൾ, അതായത് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കണക്കിലെ വ്യക്തതയെല്ലാം വരുത്തിയതിനു ശേഷം ഭൂരിഭാഗം അംഗങ്ങളുടെയും തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോയാൽ മതിയാകില്ലേ എന്നതാണ് ഒരു വിഭാഗം ആളുകളും പറയുന്നത്. എന്തായാലും അമ്മയുടെ പെൺമക്കൾ എന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇപ്പോൾ പുതിയ ഒരു പോളിംഗ് തുടങ്ങിയിരിക്കുന്നത്. അതിൽ ശ്വേതാ മേനോന്റെ ഭരണസമിതി തുടരണമോ അതോ പുതിയ തിരഞ്ഞെടുപ്പ് വേണമോ എന്നതാണ് അവർ പ്രധാനമായും ചർച്ചയ്ക്ക് വെക്കുന്നത്. നമുക്ക് നേരത്തെ തന്നെ അറിയാം, ഈ ശ്വേതാ മേനോൻ കോടതിയിലടക്കം പോയി അതിൽ അനുകൂലമായിട്ടുള്ളൊരു വിധി സംഘടിപ്പിച്ചതാണ്. അഡ്ഹോക് കമ്മിറ്റി നിലനിൽക്കുന്നതല്ല എന്ന് കോടതി പറഞ്ഞു. അതിനെ തുടർന്ന് രമേശ് പിഷാരടി രാജിവെക്കുന്നു. ശ്വേതാ മേനോൻ വീണ്ടും സംഘടനയിലേക്ക് വന്നില്ലെങ്കിൽ പോലും ഓൺലൈനായി തന്നെ സംഘടന ഈ ഒരു പ്രവർത്തനങ്ങളെല്ലാം നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു വിഭാഗം താരങ്ങൾക്ക് അത് വലിയ പ്രതിഷേധം തന്നെയാണ്. കാരണം ഒരു ജനറൽ ബോഡി ചേർന്ന് അതിൽ വലിയ രീതിയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് അത് ശ്വേതാ മേനോനെതിരായി അല്ലെങ്കിൽ ആ കമ്മിറ്റിക്ക് എതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയം പാസ്സാക്കിയതുമാണ്. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ്, അതായത് ഭൂരിഭാഗം അംഗങ്ങളും അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടും പിന്നീട് എന്തുകൊണ്ടാണ് ശ്വേതാ മേനോൻ വീണ്ടും അതിൽ തുടരുന്നതിലുള്ള എത്രമാത്രം, അതായത് ശ്വേതാ മേനോൻ തുടരേണ്ടതുണ്ടോ, അത് എത്രമാത്രം മോശമായിട്ടുള്ള കാര്യമാണ് എന്നതാണ് ഒരു വിഭാഗം അംഗങ്ങൾ ഉന്നയിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സ്ത്രീകളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിലൊരു പോളിംഗ് തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഭൂരിഭാഗം സ്ത്രീകളുടെയും ആവശ്യം അത് ഈ പോളായി രേഖപ്പെടുത്തിയതിനു ശേഷം അത് ജനറൽ ബോഡിയെ അറിയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും അമ്മയിലെ തർക്കങ്ങൾ പുതിയ തലങ്ങളിലാണ്. ഒരു കാര്യമാണ്, ഒന്നിലും രഹസ്യമില്ല, നടക്കുന്ന ചർച്ചകളൊക്കെ അപ്പം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നു എന്നതുകൂടിയാണ് സാഹചര്യം. ആ തരത്തിലാണിപ്പോൾ അമ്മയിൽ നടക്കുന്ന നീക്കങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.